ഹലോ, വെൽക്കം ടു ചെറിഷ് ഫോർവർ. എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അ ആൻഡ് ദ എന്നീ 3 ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. അവയിൽ 5 എണ്ണം മാത്രം ഞാൻ റെഡ് കളറിൽ എഴുതിയത് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താ അതിൻ്റെ പ്രത്യേകത? ഇവയാണ് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ. നമ്മൾ പഠിച്ചിട്ടില്ലേ മലയാളത്തിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ടെന്ന്? അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ഇംഗ്ലീഷിലുള്ള ഈ സ്വരാക്ഷരങ്ങൾക്ക് ഒരു പേരുണ്ട്, വവൽസ് അഥവാ സ്വരങ്ങൾ. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങളെ, അതായത് ബി, സി, ഡി മുതൽ സെഡ് വരെയുള്ള വ്യഞ്ജനങ്ങളെ കോൺസോണൻസ് എന്നും പറയുന്നു. ഈ പേരുകളൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇംഗ്ലീഷ് പഠിക്കാൻ. ഇതൊക്കെ പറയാൻ കാരണം അ ആൻഡ് ദ എന്നീ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം അറിയണമെങ്കിൽ നമുക്ക് അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഏതൊക്കെയാണ് സ്വരങ്ങൾ എന്നും ഏതൊക്കെയാണ് വ്യഞ്ജനങ്ങൾ എന്നും കൃത്യമായി അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുക ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ്. അതായത് ഒരു ബുക്ക്, ഒരു പെൻ എന്നിങ്ങനെ. അപ്പോൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ആൻ ഉപയോഗിക്കുന്നത് എന്നെങ്ങനെ മനസ്സിലാകും? നമ്മൾ ഏത് വസ്തുവിനെയാണോ പറയുന്നത് ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എ, ഇ, ഐ, ഒ, യു ഇവയിൽ ഏതെങ്കിലും അക്ഷരം കൊണ്ടാണെങ്കിൽ അവയുടെ കൂടെ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ബി, സി, ഡി മുതൽ സെഡ് വരെയുള്ള വ്യഞ്ജനങ്ങൾ വെച്ചാണ് തുടങ്ങുന്നതെങ്കിലോ അവയുടെ കൂടെ ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. ആപ്പിൾ, ഈ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ നോക്കൂ, എ എന്നല്ലേ വന്നിരിക്കുന്നത്. എ എന്നത് വവ്വലല്ലേ. സോ നമുക്ക് ആൻ ആപ്പിൾ എന്ന് പറയാം. ഇവയെ ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കൂ, ആൻ ആപ്പിൾ. അങ്ങനെ ചേർത്ത് വായിക്കാനും പറ്റുന്നുണ്ടല്ലേ. അതുകൊണ്ട് ആൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. എഗ്, ഈ എന്നത് വവ്വലല്ലേ. സോ നമുക്ക് ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ എഗ്. ഇവിടെ ഒന്ന് ചേർത്ത് പറഞ്ഞ് നോക്കി നോക്കൂ, ആൻ എഗ് എന്ന് പറയാൻ പറ്റുന്നില്ലേ. സോ ആൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐസ്ക്രീം, ഐ എന്നത് വവ്വലാണല്ലോ. സോ ആൻ ഐസ്ക്രീം എന്ന് പറയാം. മാത്രമല്ല ആൻ ഐസ്ക്രീം എന്ന് ചേർത്ത് പറയാനും സാധിക്കുന്നുണ്ട്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓറഞ്ച്, ഓ എന്നത് വവ്വലല്ലേ. സോ ആൻ ഓറഞ്ച് എന്നാണ് പറയേണ്ടത്. മാത്രമല്ല ആൻ ഓറഞ്ച് എന്ന് ചേർത്ത് വായിക്കാനും പറ്റുന്നുണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അംബ്രല്ല, യു എന്നത് വവ്വലല്ലേ. സോ ആൻ അംബ്രല്ല എന്നല്ലേ പറയേണ്ടത്. ഉറപ്പിക്കാനായി നമുക്കൊന്ന് ചേർത്ത് പറഞ്ഞു നോക്കിയാലോ. ആൻ അംബ്രല്ല ചേർത്ത് പറയാനും പറ്റുന്നുണ്ടല്ലേ. അതുകൊണ്ട് ആൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. യൂണിഫോം, യു എന്നത് വവ്വലല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ആൻ യൂണിഫോം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം യൂണിഫോം എന്ന വേർഡ് വെച്ചല്ല യു വെച്ചാണ് പറയുന്നത്. അവിടെ നമ്മൾ ആൻ ഉപയോഗിച്ചൊന്ന് ചേർത്ത് പറഞ്ഞു നോക്കൂ. ആൻ യൂണിഫോം, ആൻ യൂണിഫോം ചേർത്ത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ ആണ് ഉപയോഗിക്കേണ്ടത്. ആ യൂണിഫോം എന്നാണ് പറയാൻ സാധിക്കുക. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? യു എന്ന അക്ഷരം കാണുമ്പോൾ തന്നെ ആൻ എന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെ സ്വരം ഏതാണെന്നതാണ് ഇമ്പോർട്ടൻറ്റ്. യു എന്ന് തുടങ്ങുന്ന വേർഡ് അല്ലെങ്കിൽ എന്ന സ്വരം വെച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആൻ ഉപയോഗിക്കാം. പകരം യു എന്ന സ്വരം വെച്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ആ യൂണിഫോം. ഇനി നമുക്ക് വേറെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കാർ, അവിടെ എന്ത് വരും? കാർ. കാരണം തുടങ്ങുന്നത് സി വെച്ചാണ്. സി കോൺസോണൻ്റ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ബനാന, ബനാന. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എന്ന ലെറ്റർ വെച്ചാണ്. ബി ഒരു കോൺസോണൻ്റ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ടേബിൾ, സോ ആ ടേബിൾ എന്ന് പറയും. കാരണം ടി എന്ന ലെറ്റർ ഒരു കോൺസോണൻ്റ് ആണ്. അടുത്തതായി എച്ച് എന്ന് തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. ഹൗസ്, ഇവിടെ ഹ എന്ന അക്ഷരം വെച്ചല്ലേ പറയുന്നത്. സോ ആ ഹൗസ് എന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഹാറ്റ്, ഇവിടെയും ഹ എന്ന അക്ഷരം വെച്ചാണ് പറയുന്നത്. സോ ആ ഹാറ്റ് എന്ന് പറയാം. ഇനി അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ആർ, ഇവിടെ നമ്മൾ എന്നല്ലേ പറയുക, ഹർ എന്ന് പറയില്ലല്ലോ. എച്ച് സൈലൻ്റ് ആണ്. ഇവിടെ എന്ന സ്വരം കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആർ എന്നല്ല പറയുക, പകരം ആൻ ആർ എന്നാണ് പറയുക. ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ആൻ ആർ എന്ന് പറയാനും പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എ ഓർ ആൻ എന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കൂ. എന്നിട്ട് കമൻറ്റിൽ എഴുതിക്കോളൂ. ബസ്, ട്രെയിൻ, ടൈഗർ, ഔൾ, ഇൻസെക്ട്, എയർപ്ലെയിൻ, കാറ്റ്, എലഫൻറ്റ്, യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ആ സ്വരങ്ങളിൽ, അതായത് അ, ഇ, എ, ഉ,
ഒ, ഉ എന്നിങ്ങനെയുള്ള സ്വരങ്ങൾ വെച്ചാണ് ഒരു വേർഡ് പറയുന്നതെങ്കിൽ അവിടെ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് അതിൻ്റെ നിയമം. ഇപ്പോൾ നമ്മൾ 2 ആർട്ടിക്കിൾസ്, അതായത് അ, ആൻ എന്നീ 2 ആർട്ടിക്കിൾസ് പഠിച്ചു അല്ലേ? ഇതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നു. അതായത് ഒരു ആപ്പിൾ, ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് കുട്ടിയെക്കുറിച്ചാവാം, ഏത് ആപ്പിളും ആവാം. പ്രത്യേകിച്ച് ഒരു കുട്ടിയെക്കുറിച്ചോ ആപ്പിളിനെ കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്. മാത്രവുമല്ല ഇതൊക്കെ കൗണ്ടബിൾ ആയ നൗൺസ് ആണ്. അതായത് എണ്ണാൻ പറ്റുന്നതാണ് ഇവയെല്ലാം. ഇനി ദ എന്ന 3ാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക്